നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന പലർക്കും മറ്റൊരു ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ വിജയശതമാനം വർദ്ധിക്കുകയും തൃപ്തിയായിട്ടുള്ള വിഭാഗത്തിനോട് ബന്ധപ്പെട്ട് പഠിക്കാൻ അവസരം ഉണ്ടാകുന്നത് വഴി അങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം ഉണ്ടായിത്തീരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും മേലധികാരികളും അനുഭവജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങൾ തനതായിട്ടുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ ഭാവിയിലേക്ക് അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നാഡി രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കി ഇരുന്നു കൊണ്ടുള്ള ജോലികൾക്ക് വേണ്ടി ക്രമീകരിക്കുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് ഈ വർഷം പിന്മാറുകയായിരിക്കും നന്നാവുക. അതായത് പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോകുക, കുറി ചേരുക എന്നിവ യാതൊരു കാരണവശാൽ അരുതാത്തതാണ്. അതിനേക്കാളുപരി രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വ്യവസ്ഥകൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിച്ചു മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാകുവാനിടയുണ്ട്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സജീവമായി നേതൃത്വം നൽകാനും സാധ്യത കാണുന്നുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കും. 2024 തുടങ്ങി വെച്ചതായിട്ടുള്ള പല വ്യാപാര വിപണന വിതരണ മേഖലകളും അത് അനുവർത്തിക്കുവാനും പണം മുതൽ മുടക്കിയിട്ട് വിപുലീകരിക്കുവാനും തീരുമാനിക്കും. പലപ്പോഴും നിക്ഷേപ സമാഹരണ യജ്ഞം എന്നത് മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതാണെങ്കിൽ പോലും മെയ് മാസത്തിന് ശേഷം മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മേലധികാരികളുടെ അഭാവത്താൽ അദ്ദേഹത്തിന്റെ ചുമതലകളെല്ലാം ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ മറ്റൊരു സ്ഥാപനത്തിൽ ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ, സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തിന്റെ ആദ്യത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും മറ്റു ചിലർക്ക് അനുമതി ലഭിക്കാത്തത് കൊണ്ടും ആദ്യ അപേക്ഷകൾ നൽകുന്നതിന്റെ വെളിച്ചത്തിൽ സെപ്റ്റംബർ മാസത്തോടുകൂടി അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ വ്യാകുലതകൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്.
വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി പ്രായേണ ഭാവിയിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകാൻ തീരുമാനിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളൊക്കെ അവലംബിക്കാൻ അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ ധ്രുവീകരിച്ചാൽ പോലും പണം മുതൽ മുടക്കിയാലും അതിനനുസരിച്ചുള്ള വിറ്റുവരവ് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യവസായം വിൽക്കുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചുകൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും ജീവിത പങ്കാളിയും അനുഭവജ്ഞാനമുള്ളവരും മാതാപിതാക്കളും പറയുന്ന കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടും എല്ലാ കാര്യങ്ങളിലും നേരിടുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം നൽകുവാനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിൽ മനസ്സുദ്ദേശിക്കുന്ന പുണ്യതീർത്ഥയാത്രകൾ ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലായിട്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ചപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സമ്മാന പദ്ധതികൾ വിജയം കൈവരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള സ്വരൂപീകരിക്കുന്നതിന് ഗുണകരമായി തീരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ജൂൺ മാസം വരെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് മറ്റ് രാജ്യത്തിലേക്കോ മറ്റ് പട്ടണത്തിലേക്കോ മാറി താമസിക്കുവാൻ തീരുമാനിക്കും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന സൂക്ഷ്മമായിട്ടുള്ള ചിന്തയോടുകൂടിയും ഭാവിയിലേക്ക് ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവരുത് എന്ന ധാരണയോടുകൂടിയതായുള്ള സാഹചര്യങ്ങളും പ്രവർത്തന ശൈലിയും ജീവിത ശൈലികളൊക്കെ തന്നെ എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിച്ച് കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും സുഖകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.